വെഡിങ് സ്റ്റുഡിയോയിലെ വിജ്ഞാനമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ സീനാക്കി തുടരാൻ ഇപ്പോൾ തന്നെ ഉദ്ഘാടനം ഉപയോഗിക്കുന്നതാണ്. ഗവൺമെന്റിന്റെ വൈസ് പ്രസിഡന്റ് നൽകി പദ്ധതി ഉദ്ഘാടനമോ പോകുന്നു. ഗ്രാമപഞ്ചായത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ ബോർഡ് മെമ്പർമാരായ ജോസഫ് ചാമക്കാല, അതുപോലെ തന്നെ വാർഡ് മെമ്പർ അവസരത്തിൽ കുടുംബാംഗങ്ങൾ ചേർന്ന് നമ്മുടെ സംരംഭത്തിൻ്റെ ആളായ പ്രവീൺ പ്രവീണിൻ്റെ മാതാപിതാക്കന്മാർ അടക്കമുള്ള കുടുംബാംഗങ്ങൾ, സഹോദരി സഹോദരങ്ങൾ, ഇത് ആഴ്ചയിലെ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് സന്തോഷമുള്ള ദിവസമാണ്. നമുക്കറിയാം, ഈ ആഴ്ചയിലെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഇതേ ഭാഗത്ത് 7ാം വാർഡിൽ തന്നെ രമൺ ഫോക്സ് വെഡിങ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ആധുനിക രീതിയിലുള്ള ഒരു സ്റ്റുഡിയോയാണ് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ആലപ്പുഴ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഒരു വികസനത്തിൻ്റെ തുടർച്ചയാണ് ഇതുപോലുള്ള പ്രവർത്തനങ്ങളും ഇതുപോലുള്ള സംരംഭങ്ങളിലൊക്കെ വരുന്നത്. വേറെ നല്ല കാര്യമാണ്. ഇവിടെ സൂചിപ്പിച്ച പോലെ കോട്ടയത്തെ ഏറ്റവും മികച്ച ബിൽഡിങ്, ഫോട്ടോഗ്രാഫി എല്ലാം ചെയ്യുന്ന ഒരു സ്റ്റുഡിയോ തന്നെയാണ് ആലപ്പുഴ പഞ്ചായത്തിൻ്റെ സംരംഭം നൽകുന്നത്. ഏറെ അഭിനന്ദിക്കുവാണ് പ്രവീണിനെ. തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഒരു സേവനം കൊടുത്തുകൊണ്ട് ജനങ്ങൾക്ക് മുൻപോട്ട് പോകാൻ ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സ്റ്റുഡിയോയുടെ ഉദ്ഘാടനമോ ഔപചാരികമായി നിർവഹിച്ചു നമസ്കാരം. ജോസഫ് ചാമക്കാല അവர்கள், അതുപോലെ പ്രിയപ്പെട്ട സഹോദരൻ ഋഷികെ ജോസഫ്, അതുപോലെ തന്നെ ജെസി തറയിൽ അവர்கள், ഇതിലെ പ്രവീണിൻ്റെ മാതാപിതാക്കളും, അതുപോലെ ഈ സ്ഥലത്തിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഓണർ അവസരത്തിനും കുടുംബാംഗങ്ങളും ബഹുമാനിക്കും. നമുക്കറിയാം, ആലപ്പുഴ പഞ്ചായത്തിൽ ഒരു സംരംഭം കൂടി ഇന്ന് തുറന്നു കുറിച്ചിരിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ അവസരത്തിൽ ഏറെ സ്നേഹത്തോടെ ഓർക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയുണ്ട്. എൻ്റെ കല്യാണത്തിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തത് സുകുമാരനാണ്. എപ്പോഴും നമ്മൾ ഏർക്കുന്നത് ഏറെ തിരക്കിൽ നിന്നാണ്. പറയാം, ആദ്യകാലം മുതലേ ഉണ്ടായിരുന്ന ഒരു സംരംഭമായിരുന്നു ഇവിടെ മിനി സ്റ്റുഡിയോ. നല്ല രീതിയിൽ അതിവിടെ പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ തുടർന്ന് പ്രവീണിനും കുടുംബത്തിനും അതുപോലെ തന്നെ സൗപ്രവർത്തകർക്കും ഏറ്റവും നല്ല രീതിയിൽ നല്ല സേവനങ്ങൾ നമ്മുടെ നാട്ടിൽ നൽകുവാൻ കഴിയട്ടെ എന്ന് ഏറെ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ ഇപ്പം എന്ത് പരിപാടി വെച്ചാലും അതിലെല്ലാം ഫോട്ടോഷൂട്ട് ഒരു പ്രത്യേകതയാണ്. നമുക്ക് ഏതൊരു പരിപാടിക്കുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒത്തിരി അവസരങ്ങൾ, നല്ല നല്ല അവസരങ്ങൾ കിട്ടട്ടെ. നന്നായി പ്രവർത്തിക്കുക, നമ്മുടെ നാട്ടിൽ നല്ല സേവനങ്ങൾ നൽകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഏറ്റവും ആദരണീയായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശ്രീനാരായണൻ, പ്രസിഡന്റ് ഷൈലജി, ഇവിടെ സന്നിധിയിലായിരിക്കുന്ന മറ്റ് വിശിഷ്ട അതിഥികളെ, പ്രവീണിൻ്റെ കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന കാലത്ത് ഞങ്ങളുടെ ഇവിടുത്തെ അച്ഛൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു സുകുമാരൻ ചേട്ടൻ. സുകുമാരൻ ചേട്ടനെ അറിയാവുന്ന പോലെ തന്നെ എൻ്റെ കുടുംബയോഗത്തിലെ ഒരു കുടുംബാംഗമാണ് പ്രവീണും കുടുംബങ്ങളും. എൻ്റെ മോൻ്റെ പ്രായമുള്ള പ്രവീണ് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയതിൽ അതിയായി സന്തോഷിക്കുന്നു. അതുപോലെ തന്നെ ഈ സംരംഭത്തിന് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് നാട്ടുകാരിൽ മികച്ചുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ എന്ന് മനസ്സിലായി.
സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. പ്രവീൺ തുടങ്ങിയിരിക്കുന്ന ഈ സംരംഭത്തിന് എല്ലാവിധമായിട്ടുള്ള ആശംസകളും നേരുന്നു. അയൽക്കുന്നം പഞ്ചായത്തിൽ പുതുതായി തുടങ്ങിയ ജെമിപ്രോക്സ് എന്ന വെഡിങ് സ്റ്റുഡിയോയിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ല പ്രവർത്തനം നാടിന് വേണ്ടി കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പ്രവീണിൻ്റെ പുതിയ സംരംഭമാണ് ഈ ആഴ്ച തുടങ്ങിയിരിക്കുന്നത്. ഈ ജെമിപ്രോക്സ് സ്റ്റുഡിയോയ്ക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടെങ്കിൽ ഈ സംരംഭത്തിന് വിജയിക്കാൻ സാധിക്കുന്നു. എല്ലാവിധ ആശംസകളും പ്രിയപ്പെട്ട പ്രവീണിന്. അയർക്കുന്നം പഞ്ചായത്തിലെ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, അയർക്കുന്നം പഞ്ചായത്തിൻ്റെ കവലയുടെ തിലകക്കുറിയായി ഇന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന ലെമൺ ക്രോപ്സ് വെഡിങ് സ്റ്റുഡിയോ ഈ പ്രദേശത്തിൻ്റെ ഏറ്റവും നല്ല ഒരു പ്രസ്ഥാനമായി മാറും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ആധുനിക രീതിയിലുള്ള ഫോട്ടോ സംവിധാനങ്ങൾ തീർച്ചയായിട്ടും ഈ സ്റ്റുഡിയോയിൽ വരുന്ന ആളുകൾക്ക് ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കമുള്ള കാര്യമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മുടെ ഏത് മേഖലകളിലായാലും ശരി തന്നെ എല്ലായിടത്തും കിടമത്സരം നടക്കുന്ന സമയത്ത് ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വിരൽത്തുമ്പിൽ ഇരിക്കുന്ന ഒരു സംഭവമാണ് ഒരാളിനെ ഏറ്റവും നല്ല രീതിയിൽ ഒരു ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത്. അത് വീഡിയോ ആയാലും ശരി തന്നെ, ഫോട്ടോ ആയാലും ശരി തന്നെ, ഏറ്റവും ഭംഗിയായ രീതിയിൽ ഒരു വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ആ സ്റ്റുഡിയോയുടെ അല്ലെങ്കിൽ ആ ഫോട്ടോഗ്രാഫറുടെ കഴിവാണ്. തീർച്ചയായിട്ടും ഈ പ്രദേശത്ത് അയക്കുന്നത് എത്ര സ്റ്റുഡിയോ ഉണ്ടെങ്കിലും അതിന് ഒന്നും നമുക്ക് മറ്റ് പ്രശ്നങ്ങളില്ല. പക്ഷേ ഏതൊരു സ്ഥാപനം തുടങ്ങിയാലും ആ സ്ഥാപനത്തിൻ്റെ ഉടമകൾക്ക് സ്റ്റുഡിയോ ആയാലും മറ്റ് വ്യാപാരങ്ങൾക്കായാലും ശരി തന്നെ ഏറ്റവും നല്ല രീതിയിൽ ഫോട്ടോ ആയാലും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ആ ഒരു പ്രസ്ഥാനത്തിനൊരു വലിയ വിജയം ഉണ്ടാകും എന്ന കാര്യത്തിൽ ഏറെ സംശയവുമില്ല. അമേരിക്കയുടെ പ്രദേശത്ത് നമ്മുടെ നാട്ടുകാരിൽ തന്നെയായ നമ്മുടെ ആളുകൾ ഇവിടെ ഇന്ന് ആരംഭിച്ചിരിക്കുന്ന ഈ സ്റ്റുഡിയോ വളരെ ഭംഗിയായി ഓരോ ദിവസവും അതിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിനും നല്ല രീതിയിൽ ഇത് വിജയിക്കുന്നതിനുമുള്ള സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് എല്ലാ വലിയ ആശംസകളും നേർന്നുകൊണ്ട് എല്ലാവരും ഇതിനുമായി സഹകരിക്കണമെന്ന് കൂടി അഭ്യർത്ഥിച്ചു. എന്നാൽ ഇന്നു മുതൽ നമ്മൾ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയുള്ള ഫോട്ടോ സ്റ്റുഡിയോ, വീഡിയോഗ്രാഫി ഉൾപ്പെടെയുള്ള അത്യാധുനിക സ്റ്റുഡിയോ സ്ഥാപിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രവീണിൻ്റെ നേതൃത്വത്തിൽ ഈ സ്റ്റുഡിയോയുടെ ആരംഭിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ നാടിന് ഒരു തിരക്കുകയായിട്ട് ഈ സ്ഥാപനം മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്കറിയാം, ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തിലെ നിർണായകമായ സന്തോഷകരമായ വിവിധ സന്ദർഭങ്ങൾ ഉപഭോക്തൃത്വത്തെ അപരപാളികളിലേക്ക് പകർത്തി നമ്മുടെ ജീവിതകാലം മുഴുവൻ കുട്ടികൾക്ക് കൈമാറുന്ന രീതിയിലുള്ള സംവിധാനങ്ങളോടുകൂടി അത് അവിസ്മരണീയമാക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ല ചടങ്ങുകളുടെ അല്ലെങ്കിൽ നമ്മുടെ ജീവിത ചടങ്ങുകളുടെ അവിഭാജ്യ ഘടകമായി വരുന്ന ഫോട്ടോഗ്രാഫർമാരും സ്റ്റുഡിയോയിൽ മാറുകയാണ്. തീർച്ചയായിട്ടും ഈ സംരംഭം ജീവിതത്തിൻ്റെ അനുഗ്രഹത്താൽ സമ്പന്നമായി സന്തോഷ വിജയകരമായി തുടരട്ടെ, വിചാരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ ഭാഗങ്ങളും നമ്മൾ അയർക്കുന്നത്ത് ഇപ്പോൾ ലെമൺ ക്രോപ്പ് വെഡിങ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ സ്റ്റുഡിയോ ഇപ്പോൾ ഓപ്പൺ ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാനമായിട്ടും ഇൻഡോർ വീഡിയോഗ്രാഫിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുന്നത്. അതായത് ട്രെയിനുകൾ എടുക്കുക, ഇന്റർവ്യൂകൾ എടുക്കുക, അല്ലെങ്കിൽ യൂട്യൂബ് പ്രൊമോഷനുള്ള, സോഷ്യൽ മീഡിയ പ്രൊമോഷനുള്ള വീഡിയോഗ്രാഫിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്തൊരു വലിയ വീഡിയോ ഫ്ലോറും കൂടാതെ പാസ്പോർട്ട് അങ്ങനെയുള്ള ചെറിയ നോർമൽ ഫ്ലോറൊക്കെ ആയിട്ട് ചെറിയൊരു ഫ്ലോറുമാണ്. 2 ഫ്ലോറുകളായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്.